നോർത്ത് പറവൂർ ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ IMA പറവൂരിന്റെയും എറണാകുളം ജനറൽ ആശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും തത്തപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തി. IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പേടിച്ചു പോയിരിക്കാം. ഇത് പക്ഷേ ക്യാൻസർ എന്ന് കേട്ടാൽ ആരും അങ്ങനെ, അർബുദം എന്ന് കേട്ടാൽ ആരും അങ്ങനെ പേടിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അർബുദം അല്ലെങ്കിൽ ക്യാൻസർ അതിൻ്റെ ആദ്യദശകളിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ പലപ്പോഴും നിശേഷം മാറ്റാൻ സാധിക്കാവുന്ന ഒരവസ്ഥ തന്നെയാണ്. ഉദാഹരണമായിട്ട് ഗർഭാശയമുഖ ക്യാൻസർ, അത് നേരത്തെ കണ്ടുപിടിക്കുകയാണ് തീർച്ചയായിട്ടും കംപ്ലീറ്റ് മാറ്റിക്കാവും. രണ്ടാമത് നമ്മുടെ സ്തനങ്ങളിൽ കണ്ടുവരുന്ന ക്യാൻസർ, അത് ആരംഭത്തിലേ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും മാറാം. മിക്ക ക്യാൻസറുകൾ പോലെ തന്നെ അതിൻ്റെ ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വേണ്ടത്ര തുടർ ചികിത്സ നടന്നുകൊണ്ടുകൂടി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ മാറ്റാവുന്ന അസുഖം തന്നെയാണ് എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഡോക്ടർമാരുടെ അസോസിയേഷനും പറയുന്നത്. എറണാകുളം ജനറൽ ആശുപത്രി ഓർത്തോ സർജനും H4H പ്രസിഡന്റുമായ ഡോക്ടർ മനു പി വിശ്വം അധ്യക്ഷനായി. കൊല്ലത്തിലൊരിക്കലോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി നടത്തുന്ന കുറച്ച് മരുന്നുകളും കുറച്ച് ഡോക്ടർമാരും വരുന്ന സ്ഥിരമായി നടത്തുന്ന ഒരു ക്യാമ്പിന്റെ ഒരു രൂപത്തിലുള്ളതല്ല. ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന ചികിത്സാ രീതികൾക്കും വ്യത്യസ്തമായി ഒരു ദിവസത്തിൽ നമ്മളൊരു ക്യാമ്പ് നടത്തി എല്ലാം മാറ്റിമറിക്കാമെന്നുള്ളൊരു ചിന്തയോടുകൂടി നടത്തുന്ന ക്യാമ്പല്ല. നമ്മുടെ ക്യാമ്പുകളെല്ലാം തുടർ ക്യാമ്പുകളായിരിക്കും. അതിനർത്ഥം നിങ്ങൾക്കറിയാം. H4H ലക്ഷ്യമിടുന്നത് നമ്മൾ ഒരു രോഗിയാണെങ്കിൽ നോക്കുന്നതെങ്കിൽ ആ രോഗിയുടെ മറ്റു കാര്യങ്ങൾ, അവരെ ചികിത്സ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ അവരെ സഹായിക്കണം, അവരുടെ ചികിത്സ എവിടെ കൊണ്ട് എത്തിക്കണം, ആ രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ടാണ് H4H എപ്പോഴും പ്രവർത്തന ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പുകൾക്ക് വ്യത്യസ്തതയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് കുറച്ച് മരുന്നോ കാര്യങ്ങളോ കുറച്ച് പരിശോധനയോ കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ പോകാം എന്നുള്ളത്. SN മെഡിക്കൽ കോളേജ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജിസ് ജോയി സന്ദേശം നൽകി. അഡ്വാൻസ് സ്റ്റേജസിലാണ് കണ്ടുപിടിക്കുന്നെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എല്ലാ പേഷ്യൻസിനും വളരെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ ചില ആൾക്കാരുടെ ബോഡിയിൽ കുറേ മാറാത്ത മുഴകളുണ്ടാവാം, ഉണങ്ങാത്ത മുറിവുകളുണ്ടാവാം, എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാം, മാറാത്ത ചുമ, വെയിറ്റ് ലോസ്, ഇങ്ങനത്തെ സിംറ്റംസ് വരുമ്പോൾ നോർമലി എന്താ ചെയ്യുക? നമ്മൾ വിചാരിക്കും ഇത് കുഴപ്പമില്ല, തനിയെ മാറിപ്പോയിക്കോളും, നമ്മൾ സ്വയം ചികിത്സിച്ച് തുടങ്ങും. പിന്നെ ഇത് നമുക്ക് ഡൗട്ട് വന്നാലും ഡോക്ടറെ കാണാൻ നമ്മൾ അയക്കും. അപ്പോൾ ഡോക്ടറെ കണ്ടുവരുന്നത് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജസിലാണ് നമ്മൾ ഡോക്ടറെ പോയി കാണുന്നത്. അപ്പോൾ അത് ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഈ അസുഖം വളരെയധികം മൂർച്ഛിച്ചിരിക്കും. IMA പ്രസിഡന്റ് ഡോക്ടർ A അനിത സംസാരിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ HPV വാക്സിനെ കുറിച്ച് നമ്മളുടെ സുനീതി മാഡം ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വാക്സിൻ നമ്മളിതെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ടവർക്ക്, വാക്സിൻ എടുക്കേണ്ടവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് അത് എടുക്കാനുള്ള ഒരു സൗകര്യം കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്യാമ്പിന് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ക്യാമ്പ് സന്ദർശിക്കുകയും തന്റെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. H4Hന്റെ നേതൃത്വത്തിൽ ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെല്ലാവരും കൂടെ എത്തിയിട്ട് വലിയൊരു ക്യാൻസർ പരിശോധന നടക്കുകയാണ്. നേരത്തെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ ഒരു ലിസ്റ്റ് പ്രകാരം ഈ പ്രദേശത്ത് ക്യാൻസർ രോഗം കൂടുതലാണെന്നുള്ളൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഡോക്ടർമാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനം 5 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് മാറ്റമുണ്ട് എന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പറവൂർ നിയോജകമണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇത്തരം കേസുകൾ കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഡേറ്റ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കണം ബോധവൽക്കരണ പരിപാടികളും മറ്റു കാര്യങ്ങളും ചെയ്ത ആളുകളെ ഇക്കാര്യത്തിൽ നിന്ന് രക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ കാരണം എന്താണ് എന്നുകൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ആത്മാർത്ഥമായ ശ്രമമാണ് നടത്തുന്നത്. ഞാൻ H4Hനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടേഴ്സിനെയും ഇവിടെ വന്നിട്ട് IMAയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർമാരോട് എല്ലാവരോടും പ്രത്യേകമായ നന്ദി ഞാൻ
നാടിന് മുഴുവൻ വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയൊരു സേവനമാണ്. അവർക്ക് ഒരു സൺഡേ കിട്ടുന്ന ആ സൺഡേ ആണ് അവർ വന്നിട്ട് മുഴുവൻ സമയം ഇവിടെ ഇരുന്നിട്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ വലിയൊരു മെഡിക്കൽ സർവീസിന് പ്രത്യേകമായ നന്ദി. ഡോക്ടർ PC സുനീതി, ഡോക്ടർ ഷിൻഡോ രാജപ്പൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കൂട്ടുവള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ശശി, ഡോക്ടർ MK മോഹൻദാസ്, ഡോക്ടർ KG ജയൻ, ഡോക്ടർ പോൾ ആന്റണി, ഡോക്ടർ KG ഗോപിനാഥ്, ഡോക്ടർ C പ്രതിഭ, ഡോക്ടർ N മധു, ഡോക്ടർ ലീബ മനോജ്, ഡോക്ടർ CJ ജോയ്, ഷെർലി സദാനന്ദൻ, ശ്രീദേവി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 200-ൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. തത്തപ്പള്ളി H4H യൂണിറ്റ് ഭാരവാഹികളും സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.